ഹേമചന്ദ്രൻ വധക്കേസിലെ മുഖ്യപ്രതിയായ നൌഷാദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. നൌഷാദിനെ കൈവിട്ടുമൂല എന്ന സ്ഥലത്ത് എത്തിച്ചു. ജോഷില ചേരുകയാണ്. ജോഷില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ഞാനിപ്പോഴുള്ളത് നൌഷാദിൻ്റെ വീടിനടുത്താണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് നൌഷാദിൻ്റെ വീട്. നൌഷാദിൻ്റെ തറവാട് വീടാണത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് നൌഷാദ് ഹേമചന്ദ്രനെ കൊല ചെയ്തു എന്ന് പറയുന്ന വീട്. ആ വീട്ടിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. നൌഷാദുമായി ഒന്നിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ വീട്ടിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ 1.5 വർഷ കാലത്തിനിടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. 1.5 വർഷം മുൻപെയാണ് ഹേമചന്ദ്രനെ കാണാതായത് എന്നുള്ള ഒരു മിസ്സിംഗ് കേസ് വരുന്നത്. അതിനെ തുടർന്നാണ്, ഈ പരാതിയെ തുടർന്നാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നത്. അജീഷ് ജ്യോതിഷ് എന്നീ കൂട്ടുപ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്നാണ് ചേരമ്പാടിയിൽ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ വാടക വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് പ്രതി നൌഷാദ് ഇന്നലെ UAE-യിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിയിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് നൌഷാദിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോഴിക്കോട് നിന്നും ഇവിടേക്ക് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിയുമായി ഈ വീടിനുള്ളിൽ വെച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്തായാലും ഏറ്റവും പ്രമാദമായ ഒരു കേസായിരുന്നു ഹേമചന്ദ്രൻ്റെ കൊലപാതകം. 1.5 വർഷം മുൻപ് നടന്ന കൊലപാതകം വളരെ വിദഗ്ധമായി തെളിയിക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഷമി, നൌഷാദുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി വിദേശത്ത് ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ജോഷില? ഹേമചന്ദ്രൻ വധക്കേസുമായി വിദേശത്തുണ്ടായിരുന്ന UAE-യിലുണ്ടായിരുന്ന നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹേമചന്ദ്രൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് നൌഷാദായിരുന്നു വിദേശത്തുണ്ടായിരുന്നത്. നൌഷാദാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. നൌഷാദ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, അജേഷ് ജ്യോതിഷ് എന്നീ 2 പേർ ഈ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് കൂട്ടുപ്രതികളായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഫോൺ കോളുകളിലൂടെയാണ് പോലീസ് ഇവരെ 2 പേരെയും ആദ്യം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് നൌഷാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അവർ കൃത്യമായി ചേരമ്പാടിയിൽ ഈ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേരമ്പാടിയിലെ ഉൾവനത്തിൽ വെച്ച് ഹേമചന്ദ്രന്, ഇതൊരു ചതുപ്പ് സ്ഥലമായിരുന്നു, തണുത്ത പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല. മാത്രമല്ല, മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവുകളടക്കം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായിരുന്നത്. കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോലീസ് അന്വേഷണവും നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് നൌഷാദിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതും നൌഷാദിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നതും. ബാംഗ്ലൂരിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത്. അതിനുശേഷം കോഴിക്കോടേക്ക് എത്തിക്കുകയും ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ജോഷിലയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.